+2 തുല്യത ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ 15ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പഠിതാക്കൾക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ആലിസ് വാക്കർ എന്ന ആഫ്രോ അമേരിക്കൻ കവിയത്രിയുടെ റിമെമ്പർ മീ എന്ന കവിതയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ആ കവിത പൂർണ്ണമായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മുഴുമിപ്പിച്ചതാണ്. ഇനി ഈ കവിതയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ള ചോദ്യങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും നമ്മൾ കടന്നു പോവുകയാണ്. We start from page 49. Everybody take page 49 of your test course book. In the earlier episode, we discussed about a poem named Remember Me, written by an Afro-American poet, Alice Walker. Now, we are going to discuss the read and respond questions in the test course book. നമ്മളെ ഈ ടെസ്റ്റ് കോഴ്സ് ബുക്കിലെ പ്രവർത്തനങ്ങളും ഈ ചോദ്യോത്തരങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് പോകുന്നത് ഈ പാഠഭാഗത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനും ഈ പാഠഭാഗത്തിൽ വരാവുന്ന ചോദ്യങ്ങൾ ഏത് രീതിയിലായിരിക്കുമെന്ന് മനസ്സിലാക്കാനും ഒക്കെയാണ് പരിപൂർണമായും നമ്മൾ ഈ കോഴ്സ് ബുക്കിലെ എല്ലാ പ്രവർത്തനങ്ങളിലൂടെയും കടന്നു പോകുന്നത്. ഇത് നേരിട്ട് നമ്മളെ പരീക്ഷ ഉത്തരം എഴുതുന്നതിന്, കാണാപ്പാഠം പഠിച്ച് ഉത്തരം എഴുതുന്നതിന് സഹായിക്കില്ലെങ്കിലും നമ്മൾക്ക് എന്താണ് ഈ കവിത, എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വളരെ ഉപകാരപ്രദമാണ്. അതുകൊണ്ട് തന്നെ ഈ കവിത, ഈ ചോദ്യോത്തരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ തിരിച്ച് ഈ പോയത്തിലേക്ക് വരികയും ഈ പോയത്തിൽ ഏതെല്ലാം ഭാഗങ്ങളിലാണ് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതകൾ എന്നൊക്കെ മനസ്സിലാക്കുകയും ചെയ്യും. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും കാണാപ്പാഠം പഠിച്ച് എഴുതുന്നൊരു സമീപനത്തിൽ നിന്ന് മാറ്റി ഈ പാഠഭാഗങ്ങളിലൂടെ നമ്മൾ പോകുന്ന ഈ ചർച്ച ചെയ്യുന്ന ചോദ്യങ്ങൾ സ്വയം ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയും അവ എഴുതുകയും വീണ്ടും തിരുത്തി എഴുതുകയും അങ്ങനെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ ഏത് ചോദ്യം ഏത് രീതിയിൽ വന്നാലും നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. അതാണ് ഈ കോഴ്സ് ബുക്കിൻ്റെ ഉദ്ദേശവും തന്നെയാണ്. Now, let us start with the question. In the first two stanzas, there is an allusion to Walker's experience as a child. What impression do you get about her childhood from the lines? In the first two stanzas, ഖണ്ഡികകൾ. In a poem there will be stanzas. Stanzas means ഖണ്ഡികകൾ. ഖണ്ഡികകളായിട്ട് വേർതിരിച്ചിട്ടായിരിക്കും ഒരാശയത്തിൽ നിന്ന് ഒരാശയം പൂർണ്ണമായതിന് ശേഷം രണ്ടാമത്തെ ആശയത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ എസ്സേ ഉപന്യാസങ്ങളൊക്കെ എഴുതുമ്പോൾ നമ്മൾ മാറ്റുന്നത് പോലെ തന്നെ കവിതകളിലും ഇത്തരത്തിലുള്ള സ്റ്റാൻസുകൾ ഉണ്ടായിരിക്കും. അത് ഖണ്ഡിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. There is an allusion to Walker's experience as a child. കുട്ടിക്കാലത്തെ ഓർമ്മകളെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് ഈ ആദ്യ രണ്ട് സ്റ്റാൻസകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കവി തൻ്റെ കുട്ടിക്കാലത്തെ ദുരനുഭവങ്ങളെ സ്വന്തം മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്.
വാട്ട് ഇംപ്രഷൻ ഡു യു ഗെറ്റ് അബൌട്ട് ഹെർ ചൈൽഡ്ഹുഡ് ഫ്രം ദർ ലൈൻസ്? നിങ്ങൾക്ക് ആലിസ് വാക്കർ എന്ന ആഫ്രോ അമേരിക്കൻ കവിയുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് എന്താണ് ഈ രണ്ട് സ്റ്റാൻസ വായിച്ചാൽ മനസ്സിലാകുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള തോന്നലുകൾ എന്താണ്? എന്താണ് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന, എന്താണ് നിങ്ങളുടെ മനസ്സിൽ പതിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പതിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. അതാണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം. ചോദ്യം: ഇൻ ദ ഫസ്റ്റ് ടു സ്റ്റാൻസസ് there is an allusion to Walker's experience as a child. What impression do you get about her childhood from the lines? ആലിസ് വാക്കറുടെ ബാല്യകാലാനുഭവങ്ങളെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് ഈ രണ്ട് സ്റ്റാൻസയിൽ നിന്ന് മനസ്സിലാകുന്നത്? അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള വികാരമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് പതിപ്പിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ആ രണ്ട് സ്റ്റാൻസ നമുക്ക് നോക്കാം. Remember me, I am the girl with the dark skin whose shoes are thin. I am the girl with the rotted teeth. I am the girl with the wounded eye and the melted ear. I am the girl holding their babies, cooking their meals, sweeping their yards, washing their clothes, dark and rotting and wounded. അപ്പോൾ നമ്മളെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇവരുടെ ബാല്യകാലത്ത് ഇവർ അനുഭവിച്ചിട്ടുള്ള ദുരന്തങ്ങളെക്കുറിച്ചാണ്. അവർക്ക് സ്വയം തന്നെ ആദ്യത്തെ സ്റ്റാൻസയിൽ ഇവർക്ക് സ്വയം ഒരു അപകർഷതാബോധം തോന്നുകയാണ്. ഞാനൊരു കറുത്ത നിറമുള്ള പെൺകുട്ടിയാണ്. എൻ്റെ ഷൂകൾ നടന്ന് തേഞ്ഞ ഷൂകളാണ്. എൻ്റെ പല്ലുകൾ നിരതെറ്റിയതും കേടുവന്നതുമാണ്. എൻ്റെ കണ്ണുകൾക്ക് മുറിവുണ്ട്, ഒരു കണ്ണിന് മുറിവുണ്ട്. എനിക്ക് കേൾവിക്കുറവുണ്ട്. അങ്ങനെയുള്ള ഞാൻ മറ്റുള്ളവരുടെ കുട്ടികളെ നോക്കിയും അവർക്ക് ഭക്ഷണമുണ്ടാക്കിയും അവരുടെ മുറ്റമടിച്ചു വാരിയും അവരുടെ വസ്ത്രങ്ങൾ കഴുകിയും അങ്ങനെ ഇരുട്ടിൽ നശിച്ചുകൊണ്ടേ ജീർണാവസ്ഥയിലിരിക്കുന്നൊരു പെൺകുട്ടിയായിരുന്നു. ആൻഡ് വൂണ്ടഡ് മുറിവേറ്റപ്പെട്ടവളായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സമയത്ത് നമുക്ക് വരാവുന്ന വികാരങ്ങൾ ആണ് നമ്മളിതിൽ എഴുതേണ്ടത്. വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വാട്ട് ഇംപ്രഷൻ വി മേക്ക് ദ പോയറ്റ് വാസ് എ പുവർ ഗേൾ, എ പുവർ നീഗ്രോ ഗേൾ, എ ബ്ലാക്ക് ഗേൾ വിത്ത് ഡാർക്ക് സ്കിൻ and torn shoe. That means she was very poor. There was no money to repair her teeth. Her teeth was rotten. And she had a wounded eye and a melted ear. And hearing, she was hearing impaired. And she was a servant. She was a girl servant in white man's family, and she was looking after their children, washing their clothes and sweeping their yards, and dark and rotting. കറുത്തവളും ജീർണിച്ചവളുമായി വളരെ പരിതാപകരമായ വിഷാദമായ ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ വാട്ട് ബ്രിങ്സ് യു ഇൻ യുവർ മൈൻഡ് മീൻസ് ആ ഒരു ആലിസ് വാക്കർ എന്ന കവിയുടെ ബാല്യകാലത്തെക്കുറിച്ചുള്ള സ്മരണകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നമ്മൾ എഴുതുന്നത്. ഷി വാസ് എ പുവർ ഗേൾ, ഷി വാസ് എ ഡാർക്ക് ഗേൾ, ആൻഡ് ഷീ ഹാഡ് സം sort of physical problems, physical deformities. She had a rotten teeth, melted eye, and melted ear and wounded eye, and she was working as a girl servant in the family of white. അത് അവൻ നമ്മളെ മനസ്സിലേക്ക് ആ കവിത വായിച്ചു വരുമ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മൾ 4-5 വരികളിൽ 5-6
7 വരികളിൽ നമ്മൾ എഴുതുന്നു. മേക്ക് മിസ്റ്റേക്സ്, read it, then you will feel something is wrong in it. Again read it, വീണ്ടും വായിക്കുക, and rewrite it, then you will get the correct answer. That will be the correct answer. Next one, how does Alice Walker describe her persona in the second stanza? തൻ്റെ പേഴ്സണാലിറ്റിയെ പറ്റി, തൻ്റെ വ്യക്തിത്വത്തെ പറ്റി ആലിസ് വാക്കർ രണ്ടാമത്തെ ഖണ്ഡികയിൽ എങ്ങനെയാണ് വിവരിക്കുന്നത്? ഹൂ വാസ് ഐ, ഞാൻ ആരായിരുന്നു, പെൺകുട്ടിയായിരുന്നപ്പോൾ ഞാൻ ആരായിരുന്നു എന്നുള്ളതാണ് ആലിസ് വാക്കർ രണ്ടാമത്തെ സ്റ്റാൻസയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ്, how does Alice Walker describe her persona in the second stanza? Her personality, she was describing her personality. I was a girl, I am the girl. My duty was to holding their babies. She was working as a girl servant. She had to look after the children in that family. She had to sweep the yards. She has to wash their clothes. She has to sweep their yards. She has to cook their meals. So he described her personality. In the second stanza by giving an idea of what was she doing at that time. She was sweeping, she was washing clothes, she had to look after the children, she was working as a girl servant. Next one. Describe the image of the person in bondage as described in the second stanza. A male girl, a girl servant, a girl maid working in a family. You all know in our country also there are girl servants. What is their situation? They were in a bondage. Person in bondage, ചങ്ങലക്കെട്ടുകളിൽ നിലനിൽക്കുന്ന ആളാണ്. അതായത് ഒരു കെട്ടുപാടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോകാൻ സാധിക്കില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പല കഥകളും. ചില പെൺകുട്ടികളൊക്കെ, തമിഴ് പെൺകുട്ടികളിലൊക്കെ വീട്ടിൽ വന്ന് പാർപ്പിച്ച് ക്രൂരമായി പീഡിപ്പിച്ച് നിരന്തരം ജോലി ചെയ്യിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, അവരുടെ പ്രായമോ ആരോഗ്യമോ ഒന്നും കണക്കാക്കാതെ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥകളൊക്കെ നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ചിരിക്കും. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളമുള്ള പേഴ്സണൽ ഇമേജ്, വാട്ട് ഈസ് ദ ഇമേജ് ഓഫ് ദാറ്റ് ഗേൾ? ആ പെൺകുട്ടിയുടെ ഒരു ചിത്രം, ആ പെൺകുട്ടിയുടെ ചിത്രമാണ് നിങ്ങളെ മനസ്സിൽ വരുന്നത്. She was holding their babies. A girl child, she was holding their babies. She had to look after their babies, so she was holding their babies. And she was busy in the kitchen cooking meals for them. And after that, he will go to the yard and took the broomstick and sweep the yard. And after finishing that, she has to run to the washroom where she has to wash the clothes. And she was dark and rotten. അഴുകി, മേത്ത് നിറച്ച് ചെളിയായി, കറുത്ത്, wounded, മുറിവേറ്റപ്പെട്ടവളായി അവൾ കഴിയുകയാണ്. That is the personal image. A personal image you can feel in your mind. A girl, take an example of an Tamil girl, black girl, a dark girl. She was holding a big child of the honor, big child of the her
where the head of the family or family children, she will be holding them. And at the same time, she will be sweeping also, sweeping the yards. After that, she will keep the child somewhere else and start cooking, washing. All these things gives. That is the image given by Alice Walker by herself. Her image has been exposed and described in the second stanza like that. You try to write. At the end of the second stanza, how does Walker emphasize her plight in life? What does it suggest? At the end of the second stanza, the end of the second stanza is like this: dark and rotting and wounded. വളരെ വിഷാദകരമായ ഒരവസ്ഥയിലാണ്, വളരെ വിഷാദത്തോടു കൂടി, വളരെ ബുദ്ധിമുട്ടിയ ഒരവസ്ഥയിലാണ് ഈ രണ്ടാമത്തെ പാരഗ്രാഫ് അവസാനിക്കുന്നത്. അവരുടെ ജീവിതത്തിൻ്റെ വാട്ട് ഈസ് ദ പ്ലൈറ്റ്, അവരുടെ വിധിയെ പഴിക്കുകയാണ്. അവരുടെ വിധിയെ പഴിച്ചുകൊണ്ട് അവർ പറയുകയാണ്. വാട്ട് ഡസ് ഇറ്റ് സജസ്റ്റ്, എന്താണ് അവർ അത് നിർദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഡാർക്ക് ആൻഡ് റോട്ടിങ്, ഞാനൊരു കറുത്ത പെൺകുട്ടിയാണ്, എൻ്റെ ജീവിതം ഇതുപോലെ നശിച്ചു പോകും. ഞാൻ ഡാർക്കാണ്, ഞാൻ ഈ ജോലികൾ ചെയ്ത് ക്ഷീണിച്ച് മാനുഷികമായ ഒരു തരത്തിലുള്ള പരിഗണനകളും ലഭിക്കാതെ നശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ മുറിവേറ്റപ്പെട്ടവളാണ് എന്ന് പറഞ്ഞാണ് ആ സ്റ്റാൻസ് അവസാനിപ്പിക്കുന്നത്. എൻഡ് ഓഫ് ദി സെക്കൻഡ് സ്റ്റാൻസ, her plight, wounded. How she emphasized her plight in life, ജീവിതത്തിലെ വിധിയെ അവൾ രണ്ടാമത്തെ സ്റ്റാൻസയിൽ ഊന്നി പറയുന്നത്, ഐ എം എ ഡാർക്ക് ഗേൾ ആൻഡ് എ റോട്ടിംഗ് ഗേൾ, ഐ എം എ wounded girl എന്നാണ് അതിൽ പറയുന്നത്. Tone is the fifth question. Tone is the state of mind, temper or mood expressed in speech or writing. In the poem, the tone shifts drastically after the first two stanzas. How? ടോൺ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു മൂഡ്, മനസ്സിൻ്റെ മൂഡ് എന്താണ്, അല്ലെങ്കിൽ ടെമ്പർ, ദേഷ്യം, നമ്മളെ മാനസികാവസ്ഥ എന്താണ്. എഴുത്തിലൂടെയും സംസാരത്തിലൂടെയും നമ്മളെ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളതാണ് ടോൺ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. പിന്നെ എൻ്റെ ടോണാണ് മാറി, ഞാൻ എൻ്റെ ടോണാണ് മാറ്റി. ആദ്യമൊക്കെ നല്ല നിലയ്ക്ക് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു, പിന്നെ ഞാൻ എൻ്റെ ടോണാണ് മാറ്റി, അപ്പോൾ ഭാവം മാറ്റി എന്നുള്ളതാണ്. നമ്മുടെ പഴയ ശ്രീനിവാസൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ, അതിൽ പറയുന്നുണ്ട്, പെട്ടെന്ന് ഈ കവിത ചൊല്ലിയപ്പോൾ കവികളുടെ ഇടയിൽ ഒരു മുറുമുറുപ്പ് തുടങ്ങി, അപ്പോൾ ഞാൻ എൻ്റെ കവിതയുടെ ഭാവം മാറ്റി. പാലാണ് റബ്ബർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സായികുമാറിൻ്റെ, ഞാനങ്ങ് ടോൺ അങ്ങ് മാറ്റി. ഇൻ ദ പോയം ദ ടോൺ ഷിഫ്റ്റ്സ് ഡ്രാസ്റ്റിക്കലി ആഫ്റ്റർ ദ ഫസ്റ്റ് ടു സ്റ്റാൻസസ്. ഹൗ? The first two stanzas states about the pathetic condition of the poet by herself, and she was in a depressed stage. She was wounded in a depressed state. She was so sorry about her pathetic condition. Pathetic എന്ന് പറഞ്ഞാൽ നമ്മളെ ദയനീയമായ അവസ്ഥ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നത്തെ സ്റ്റാൻസയിലൊക്കെ വരുന്നത്, ഞാൻ എൻ്റെ പല്ലുകൾ നന്നാക്കി, ഞാൻ എൻ്റെ കണ്ണുകൾ രോഗം മാറ്റി, എൻ്റെ ചെവി കേൾക്കാൻ തുടങ്ങി, ഞാനിപ്പോൾ നല്ല ആരോഗ്യവതിയായൊരു പെണ്ണായി, ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവളായി എന്ന് പറഞ്ഞ് അവരുടെ ആ വിഷാദമായ അവസ്ഥയിൽ നിന്ന് ആത്മവിശ്വാസത്തിൻ്റെ, പ്രതീക്ഷയുടെ ഒരു ഇതിലേക്ക് അവൾ ചേഞ്ച് ചെയ്യാണ്. The tone changes from the pathetic and sorry condition and the depressed state of the poet to a stage where the poet is very confident and very hopeful, and she hopes
hopes a much better life to come. That tone has changed. That is the shift in the tone. ആദ്യം വളരെ പാവമായിട്ട് അതില്ല, ഞാൻ കറുത്തവളാണ്, എല്ലാവരാലും വെറുക്കപ്പെട്ടവളാണ്, ജോലി ചെയ്യേണ്ടവളാണ്, പല്ല് പൊട്ടിയവളാണ്, കണ്ണ് കാണാത്തവളാണ്, ചെവി കേൾക്കാത്തവളാണ്, ഞാൻ വളരെ വ്രണിത ഹൃദയയാണ്, എന്നെ ഏത് സമയത്തും എന്നെ ഊണ്ടഡാണ്, ഞാൻ മുറിവേറ്റപ്പെട്ടവളാണ് എന്നുള്ള അപകർഷതാബോധത്തിൽ നിന്ന് പ്രതീക്ഷയുടെയും ആസ്പിറേഷൻ്റെയും പ്രതീക്ഷയുടെയും ഹോപ്പിൻ്റെയും അതുപോലെ തന്നെ ആത്മവിശ്വാസത്തിൻ്റെയൊക്കെ തലത്തിലേക്ക് ഈ കവിയുടെ മനസ്സ് മാറുകയാണ്. ദാറ്റ് ഈസ് ദ ഷിഫ്റ്റ് ടോൺ ഷിഫ്റ്റ് in the two stanzas and the last two stanzas. First two stanzas, the tone is very depressive. In the second stanza, the tone shifts to confidence and hope. The repeated stanzas come to central focus of the poem. I would give to the human race only hope. What does it assert? Repeated stanzas because I would give to the human race only hope. There was a repeated stanza. I would give to the human race only hope. Justice and hope, hope and justice. She was repeatedly stating what I can give the human race only hope. Because I am not rich to give money to the people, or I am not highly educated to give education to the people. I cannot do much, but I am here. I can give you hope. A hope for a new, harmonious, fresh society where there is no gender discrimination and there is no റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, വർഗീയ വംശീയ വിദ്വേഷങ്ങളില്ലാത്ത പ്രതീക്ഷകളുടെ ഒരു ലോകം മാത്രമാണ് കവിക്ക് നൽകുന്നത്. കവി പണക്കാരനോ അല്ലെങ്കിൽ ഭരണതന്ത്രജ്ഞയോ അല്ലെങ്കിൽ അധികാരം കയ്യിലുള്ള ആളോ ഒന്നുമല്ല. അതുകൊണ്ടാണ് പറയുന്നത് I would give to the human race only hope. Only hope. What does it asserts? She can give all the Afro-American girls hope. Be proud of yourself, understand yourself, and study, hard work, and become capable of living in the society. Be capable of doing something good to the society. She can give only hope. How does hope help the woman to recreate her self-image, making it positive? How does hope help the woman to recreate her self-image, making it positive? That is, the poet was in a pathetic condition. The poet was depressed, വിഷാദത്തിലായിരുന്നു. Because she was dark, she was a girl servant, she had no education, she has to do all the household work, she has to look after the children of the whites, and she was suffering from a racial discrimination and gender discrimination. പെണ്ണാണ് എന്നുള്ളൊരു വേർതിരിവ്, വംശീയമായ വേർതിരിവൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷ, ഞാൻ നന്നാവും, all this will change if I have education, if I study, and I think myself, I am proud to be myself, and lot of capabilities are there within me, and I have to expose it. I have to work for the woman, Afro woman, who is suffering from racial discrimination and gender discrimination. That hope to become, that hope for a better world, creates, the hope help the woman to recreate her self-image. ഞാനത്ര മോശക്കാരിയൊന്നുമല്ല,
ഒരു പെൺകുട്ടിയാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ മോശക്കാരിയല്ല, കറുത്തവളാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ മോശക്കാരിയല്ല. ഞാൻ സ്വയം രൂപപ്പെട്ട് സ്വയം എൻ്റെ പരാധീനതകളെല്ലാം മാറ്റിവെച്ച് പരാധീനതകളെല്ലാം മാറി നല്ലൊരു പെൺകുട്ടിയാവാനും അല്ലെങ്കിൽ ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനും പ്രാപ്തയായ ഒരു പെണ്ണാവാൻ എനിക്ക് സാധിക്കും. ആ പ്രതീക്ഷ മാത്രമാണ് ഈ കവിയുടെ സെൽഫ് ഇമേജ്, സ്വയം ബോധത്തിൽ മാറ്റം വരുത്തുന്നത്. What are the two distinct images of life that Walker gives in the poem? Two distinct images of life. One is of depression, agony, grief, and wounded. One is of repaired the teeth and hearing impairment is over, eye is squared, and all that she is capable of giving. She made her self-image to the level that she could give good hope to the entire society. ഈ രണ്ട് പാരഗ്രാഫിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, ആദ്യത്തെ പാരഗ്രാഫിൽ ദുഃഖിതയായിരിക്കുന്ന പെൺകുട്ടി ആ ദുഃഖങ്ങളും അത്തരത്തിലുള്ള പ്രതികൂല ഘടകങ്ങൾക്കൊക്കെ അതിജീവിച്ചുകൊണ്ട് എല്ലാ പെൺകുട്ടികൾക്കും, ആഫ്രോ അമേരിക്കൻ അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ പെൺകുട്ടികൾക്കും, ഇത്തരത്തിലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട അവഗണിക്കപ്പെട്ട എല്ലാവർക്കും ഒരു പുതിയ ലോകത്തിൻ്റെ പ്രതീക്ഷ നൽകാൻ പ്രാപ്തയാവുകയാണ്. What are the two distinct images of light that Walker gives to? One is of a dark, one is white, one is black, one is light, and one is dark. In the first two stanza, she was so down. She feel that she is inferior to everybody. ഞാൻ മറ്റേക്കാളിലൊക്കെ ഒരുപാട് താഴെയാണ്, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. The tone was like that. She was feeling inferiority complex. After that, in the last two stanzas, she became proud of herself. She became proud of her inferiority complexes, all that sort of negative complexes gone. And she started thinking positively. And she became capable of giving hope to the entire human society. ആദ്യകാലത്ത് അപകർഷതാബോധത്തിൽ ഈ ആദ്യത്തെ രണ്ട് സ്റ്റാൻസയിൽ ടു ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ഓഫ് ലൈഫ് ദാറ്റ് വാക്കർ ഗിവ്സ് ടു ദി പോയം, ജീവിതത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ്. ഓൾ ദീസ് തിങ്സ് ആർ വിത്ത് അസ് ഓൾസോ, നമുക്കുണ്ടാവും. എനിക്ക് ജോലിയില്ല, ഞാൻ വീട്ടുജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടില്ല, എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല, മറ്റുള്ളവരെ എല്ലാ കാര്യങ്ങളും ഞാൻ ഡിപ്പെൻഡ് ചെയ്യണം എന്നുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ പ്രസൻറ്റബിൾ അല്ല, മറ്റുള്ളവരോട് സംസാരിക്കാൻ എനിക്കുള്ള അറിവോ അല്ലെങ്കിൽ ശാരീരിക സൗന്ദര്യമോ എന്നുള്ള അങ്ങനെ ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റാൻസിലേക്ക് എത്തുമ്പോഴേക്ക്, ലാസ്റ്റ് രണ്ട് സ്റ്റാൻസത്തിൽ എത്തുമ്പോഴേക്ക് ജീവിതം മറിയുകയാണ്. എനിക്ക് എൻ്റേതായ കഴിവുകളുണ്ട്, എനിക്ക് പലതും ചെയ്യാൻ സാധിക്കും, ഞാൻ തുല്യതാ ക്ലാസ്സിൽ പോയിട്ട് പാഠഭാഗങ്ങളൊക്കെ പഠിക്കും, ഞാൻ ഇംഗ്ലീഷ് പഠിക്കും, ഞാൻ ഈ കാര്യങ്ങളൊക്കെ സ്വന്തം ചെയ്യും, ഞാൻ എൻ്റെ ജോലിയിൽ എൻ്റെ ബോസ് പറയുന്ന ചീത്തകളൊക്കെ കേട്ട് നിൽക്കാതെ എൻ്റെ സ്ഥാപനത്തിന് എൻ്റേതായ കഴിവുകളും സംഭാവനകളും നൽകാൻ എനിക്ക് സാധിക്കും, ഞാൻ പഴയ രീതിയിൽ വളഞ്ഞൊടിഞ്ഞൊന്നുമല്ല ഓഫീസിലേക്കൊക്കെ പോവുക, വളരെ സ്റ്റൗട്ടായിട്ട് എല്ലാ കഴിവുകളും എൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ ഇന്നു മുതൽക്ക് തീരുമാനമെടുത്തിട്ടുണ്ട്, ഐ വിൽ ബിക്കം എ ബെറ്റർ മാൻ, ഐ വിൽ ബിക്കം എ ബെറ്റർ വുമൺ. ലോകത്ത് പലതും എന്തു സംഭവിച്ചോട്ടെ, പക്ഷെ നമ്മൾ സ്വയം പുരോഗമിക്കണമെങ്കിൽ നമ്മളെ ഉള്ളിൽ തന്നെ സെൽഫ് ഇമേജസ് ഉണ്ട്. ഈ ലൈഫിന് രണ്ട് പാർട്ടുകളാണുള്ളത്. ഒന്ന്, നമ്മൾ വിഷാദത്തിനടിമപ്പെട്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും നമ്മൾ കഴിവ് കുറഞ്ഞവളെന്നും സ്വയം നമ്മളെ മനസ്സിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചുരുങ്ങി വരുന്നൊരവസ്ഥ.
മറ്റേതല്ല, നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നും നമ്മൾ മറ്റുള്ളവരെക്കാൾ മോശക്കാരല്ല എന്നും നമ്മൾ ഇനിയും നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുള്ള പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ അറിവ് നേടുകയും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഈ 2 സ്റ്റേജസാണ് ലൈഫിലുള്ളത്. ദീസ് 2 stages ആർ very beautifully explained in this poem. The first 2 stanzas, the life with inferiority complex, with a negative thinking. In the second stanza, it became positive thinking, waiting for hope, hoping for the better world, hoping for a better world. You may think that may happen, that might have happened in your life also. Oh, after I failed in SSLC examination. Then I got entered to. At that stage, you failed in SSLC examination, you thought you cannot do anything. Yeah, it may be because of some sort of circumstances, family circumstances, കുടുംബപരമായ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അന്ന് നേരത്തെ കല്യാണം കഴിഞ്ഞു പോകാണ്ടായിരിക്കാം. അപ്പോൾ എനിക്കിനിയൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള അവസ്ഥ. പക്ഷെ ഇപ്പം നിങ്ങൾ ആലിസ് വാക്കറുടെ ഈ കവിതയിൽ 2ാമത്തെ സ്റ്റാൻസയിലാണ്. എനിക്ക് ചെയ്യാൻ കഴിയും, ഐ ക്യാൻ ഡു, ഐ ബിക്കം പ്രസൻറ്റബിൾ. പല്ലൊക്കെ നേരെയാക്കി, ചെവിയൊക്കെ കേടുള്ളതൊക്കെ മാറ്റി, കണ്ണിൻ്റെ കുഴപ്പങ്ങളൊക്കെ മാറ്റി പ്രസൻറ്റബിളായി ഞാൻ ഇനി ഈ ലോകത്തിന് വേണ്ടിയിട്ട് പ്രതീക്ഷ നൽകുന്ന ഒരവസ്ഥയിലേക്ക് ഉയരാൻ നമുക്ക് സാധിക്കും. ദാറ്റ് ഈസ് ദ 2 stages ഓഫ് യുവർ ലൈഫ്. വാട്ട് ഡസ് വാക്കർ want to depict as she tells that I am the woman offering 2 flowers whose roots are twin. ഞാനൊരു പുഷ്പം, I am the woman offering 2 flowers whose roots are twin. ഞാൻ നിങ്ങൾക്ക് 2 പുഷ്പങ്ങളാണ് തരുന്നത്, അവയുടെ വേരുകളും 2ആണ്. എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് നീതിയും പ്രതീക്ഷയും മാത്രമാണ്. നീതിയും പ്രതീക്ഷയും മാത്രമാണ് നിങ്ങൾക്ക് തരാനുള്ളത്. ഒരു പെൺകുട്ടി എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ ഷി വാസ് എ വുമണിസ്റ്റ്, അടിച്ചമർത്തപ്പെട്ട സ്ത്രീകളുടെ ശബ്ദമായി മാറിയ കവിയത്രി ആലിസ് വാക്കറിന് ലോകത്തിൽ തരാനുള്ളത് 2 പുഷ്പങ്ങളാണ്. ആ 2 പുഷ്പങ്ങൾക്ക് 2 വേരുകളാണുള്ളത്. ഒന്ന് നീതിയും ഒന്ന് പ്രതീക്ഷയും. എനിക്ക് വേറൊന്നും നിങ്ങളോട് തരാനില്ല, കണ്ണുനീരല്ലാതെ എനിക്ക് നിങ്ങൾക്കൊന്നും തരാനില്ല എന്ന് വിൻസ്റ്റൺ ചർച്ചിൽ ഒരു സമയത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആലിസ് വാക്കറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തരാനുള്ളത് നിങ്ങൾക്ക് 2 പൂക്കളാണ്, അവയ്ക്ക് 2 വേരുകളാണ്, ഹോപ്പും പ്രതീക്ഷയും നീതിയും. സാമൂഹ്യ നീതി നിലനിൽക്കുന്ന ഒരു സമൂഹം, ആ നീതിയും അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള പ്രതീക്ഷകളുമാണ് എനിക്ക് തരാൻ ഉള്ളത്. ഇനി പോയറ്റിക് ഡിവൈസസ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. പോയറ്റിക് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ കവിത എഴുതുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള സൂത്രങ്ങൾ ഉപയോഗിക്കും. ഉപമ, ഉൽപ്രേക്ഷ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെപ്പോലെ നിൻമുഖം എന്നതൊക്കെ ഒരു ഉപമയാണ്. അതേപോലെ കവിത എഴുതാനുള്ള പല ടെക്നിക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, റിമെമ്പർ മീ ഈസ് എ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ. ഇറ്റ് ഡസ് നോട്ട് വാണ്ട് എനി ആൻസർ. ഇറ്റ് ഈസ് stated only to give stress on the point which I want to explain. Remember me, ormayundo ee mugam. And a repetition is another literary device. ആവർത്തിച്ച് പറയാം. I am the woman, I am the girl, giving stress to that point that I am an Afro-American girl who is suffering from racial discrimination as well as gender discriminations, and I am a woman who is suffering from domestic violence, etc. That girl is I am the girl.
That is the repetition. The repetition gives stress to the point. And you can, T.S. Eliot is a famous poet. In his poem Ash Wednesday, he makes a repetition of a full phrase, shows the mastery of the poet as acquired in using words and phrases to make his point clear and emphasize that he has no hope of coming. T.S. Eliot ആഷ് വെനസ്ഡേ എന്നുള്ള തൻ്റെ കവിതയിൽ ഇത്തരത്തിലുള്ളൊരു പ്രയോഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ തിരിച്ചു വരില്ല, ഒരിക്കലും തിരിച്ചു വരില്ല. ഞാൻ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ മരണത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പോയിന്റിലെ സ്ട്രെസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. വേർഡ്സ് ആൻഡ് ഫ്രേസസ് ടു ക്ലിയർ ആൻഡ് എംഫസൈസ്. ആ പോയിൻ്റ് ക്ലിയറായിട്ട് നമ്മൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള റിട്ടറിക്കൽ ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കുക. ഇത്തരത്തിലുള്ള റിട്ടറിക്കൽ ക്വസ്റ്റ്യൻസ് അല്ല, റിപ്പീറ്റേഷൻസ് ഉപയോഗിക്കുക. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറയുമ്പോൾ ആ കവിത വായിക്കുമ്പോൾ നമുക്ക് ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. ആ പോയിൻ്റ് എന്താണ് ആ കവി ഉദ്ദേശിച്ച പോയിൻ്റ്. ബിക്കോസ് ഐ ഡു നോട്ട് ഹോപ്പ് ടു ടേൺ അഗെയിൻ. ഞാൻ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. Is repeating that word again and again. That makes the point very clear that she don't believe that she will get well and return back to the normal life. And let us revisit. You can, while writing an essays about these things, you can use these comments written by critic Tara Clark. ക്രിട്ടിക് എന്ന് പറഞ്ഞാൽ വിമർശകയാണ്. കലാസാഹിത്യ കഥാസാഹിത്യം, കവിത എന്നുള്ളതിനെക്കുറിച്ച് അവരുടെ അത് നല്ലതാണോ ചീത്തതയാണോ എന്ന് വിമർശിക്കുന്ന ഒരു ശാഖ തന്നെയുണ്ട്. ക്രിറ്റിസിസം, വിമർശനം. വിമർശനാത്മക വിമർശകരുണ്ട്, സാഹിത്യ വിമർശകർ. MP പോള്, കുട്ടിക്കൃഷ്ണമാരാർ, പിന്നെ ഒക്കെ മലയാളത്തിലെ പ്രശസ്തരായ M കൃഷ്ണൻ നായർ, ഇവരൊക്കെ MN വിജയൻ, ഇവരൊക്കെ മഹത്തായ മലയാള കൃതികൾക്ക് ക്രിറ്റിസിസം എഴുതിയ ആൾക്കാരാണ്, വിമർശനം എഴുതിയ ആൾ. അപ്പോൾ അതിലവർ നല്ലതാണോ ചീത്തതാണോ എന്ന് ആണ് ഇവർ പറയുന്നത്. അപ്പോൾ ആ ക്രിട്ടിക്ക് പറഞ്ഞത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സം സോർട്ട് ഫ്രം ബോണ്ടേജ് ടു ഫ്രീഡം. ഈ കവിത എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള മാറ്റമാണ്, ഒരു തരത്തിലുള്ള രൂപമാറ്റമാണ്. എന്ത്? ബന്ധനങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു രൂപമാറ്റമാണ്, ഒരു തരത്തിലുള്ള രൂപമാറ്റമാണ് ഈ കവിത. ഇത്തരത്തിലുള്ള ബോണ്ടേജുകളിൽ നിന്ന്, ഇത്തരത്തിലുള്ള കെട്ടുപാടുകളിൽ നിന്ന്, ഇത്തരത്തിലുള്ള സാമൂഹ്യമായ കെട്ടുപാടുകളിൽ ജീവിക്കുന്ന പെൺകുട്ടി സ്വാതന്ത്ര്യത്തിലേക്ക് പകർന്നു വരുന്ന ആ ഒരു മാറ്റമാണ് ഈ കവിത എന്നാണ് പറഞ്ഞത്. ഇനി ദ ലാസ്റ്റ് ടു സ്റ്റാൻസസ് ആർ എ ചലഞ്ച് ടു ദി റീഡർ ആസ് എൻ ഇൻഡിവിജ്വൽ ആൻഡ് ഓൾസോ ടു ദി സൊസൈറ്റി ആസ് എ ഹോൾ. ഈ ലാസ്റ്റ് 2 സ്റ്റാൻസ ഒരു വ്യക്തി എന്നുള്ള നിലക്കും ഒരു സമൂഹത്തിന് ഒന്നിച്ചുള്ള നിലക്കും ഒരു വെല്ലുവിളി തന്നെയാണ്, നമ്മളൊക്കെ ചെയ്യേണ്ടതാണ്. പിന്നീട് ഈ ടോൺ മാറുകയാണ് കവിതയുടെ. പാലാണ് റബ്ബർ എന്ന് പറഞ്ഞ മാതിരി ടോൺ മാറുകയാണ്. ആൻഡ് ദ വുമൺ വിത്ത് ദ ബ്ലസ്ഡ് ഡാർക്ക് സ്കിൻ. ഷീ തോട്ട് ഷീ ഈസ് എ വുമൺ വിത്ത് എ ബ്ലസ്ഡ് ഡാർക്ക് സ്കിൻ. ഹൂ സേസ് ഡാർക്ക് ഈസ് നോട്ട് ബ്യൂട്ടിഫുൾ? ഐ ആം പ്രൗഡ് ടു ബി എ ഡാർക്ക് സ്കിൻഡ് വുമൺ. കറുപ്പിന് 7. ദാറ്റ് ഈസ് ദ ആ കറുപ്പിനോടുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ പോയി. ആൻഡ് ദ വുമൺ വിത്ത് റിപ്പയർഡ് ടീത്ത്. പല്ല് ശരിയാക്കി. I am the woman with the healing eye, the ear that hears. I am the woman dark, repaired, healed, listening to you. ഇത് പല്ല് ശരിയാക്കി എന്നുള്ളതല്ലേ ഇമ്പോർട്ടൻറ്റ്. ഓൾ ഫിസിക്കൽ ഡിഫോമിറ്റീസ് ഷീ ഹാഡ്, ഷീ ക്യൂർഡ് ഓൾ ദീസ് തിങ്സ് ആൻഡ് ഷീ ബിക്കേം സോ പ്രൗഡ് ആൻഡ് കോൺഫിഡൻറ്റ്
Then I am proud of my skin. My skin is dark, no problem. I am proud of it. And I had a rotten teeth, I got it repaired. That does not mean pallu nereki, chavi nereki ennulla alla inde artham. All the physical deformities she had, she cured. And she became a woman who is capable of giving hope to the society, hope to the African society, especially African woman society. And contrast, next activity, contrast is to set two objects in opposition to emphasize the difference between them. പല്ലിനെ സംബന്ധിച്ചിടത്തോളം കേടുന്നു നന്നാക്കി, ടീത്ത് റോട്ടിങ് റിപ്പയർഡ്, വട്ടായിട്ടിട്ട് കാണുന്നു, പേജ് നമ്പർ 51. ഐ വുണ്ടഡ്, വുണ്ടഡ് ഐ, വുണ്ടഡ് ഐ എന്ത് ചെയ്തു, ഹീൽ ചെയ്യാൻ തുടങ്ങി, വുണ്ടഡ് ഹീൽഡ്. ഇയർ മെൽറ്റഡ്, മെൽറ്റഡ് കേൾക്കാത്ത ചെവി, ആൻഡ് ഇയർ ദാറ്റ് ഹിയേഴ്സ്. അതാണ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞുള്ള ഉദ്ദേശം നേരെ വിപരീതം. ഇപ്പം ഫാസ്റ്റ്, സ്ലോ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ പിന്നെ ഒരു കാര്യത്തിൻ്റെ നേരെ വിപരീതം പറയുന്നതിനാണ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. Two sets of objects in opposition to emphasize the difference between them. രണ്ടെണ്ണം ഒന്നിച്ച് പറയാം, എന്നിട്ട് അത് തമ്മിലുള്ള വ്യത്യാസം കാണുന്നുണ്ട്. റോട്ടൺ ടീത്ത്, റിപ്പയർഡ് ടീത്ത്. കേടെന്ന പല്ല്, കേട് നന്നാക്കിയ പല്ല്. അപ്പോഴാണ് നമ്മളതിൻ്റെ വ്യത്യാസം കൃത്യമായിട്ട് അറിയുന്നതിനാണ് ഈ കോൺട്രാസ്റ്റ് ഉപയോഗിക്കുന്നത്. മെറ്റഫർ, another device is metaphor. Metaphor is a figure of speech that makes a comparison between two seemingly unlike things without using the connective words like, as, than or resembles. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെപ്പോലെ നിൻമുഖം എന്ന് പറയുന്നത് മെറ്റഫർ അല്ല. മെറ്റഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയാണിത് എന്ന് പറയുന്നതല്ല, അതു താനല്ലയോ ഇത് എന്നാണ് തോന്നുന്നത്. അതു താനല്ലയോ ഇത് എന്ന്. മൈ ലവ് ഈസ് എ റെഡ് റെഡ് റോസ്. എൻ്റെ പ്രണയം ചുകന്ന് തുടുത്ത ഒരു പുഷ്പമാണ് എന്ന് പറയുമ്പോൾ എൻ്റെ പ്രണയം പുഷ്പത്തെ പോലെയാണ്. മൈ ലവ് ഈസ് ലൈക്ക് റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസമുണ്ട്. മൈ ലവ് ഈസ് എ റെഡ് റെഡ് റോസ്. ടു അൺലൈക്ക് തിങ്സ്, രണ്ട് വ്യത്യസ്തമായ. സ്വീറ്റ് ആസ് ഷുഗർ, സ്വീറ്റ് ആസ് വൈൻ എന്ന് പറഞ്ഞാൽ ആസ് എന്ന് ഉപയോഗിച്ചാൽ ആസ്, ലൈക്ക് ഇസ് ലൈക്ക് എന്ന് ഉപയോഗിക്കുമ്പോഴും ആസ് എന്ന് ഉപയോഗിക്കുമ്പോഴേക്കും അതുപോലെ എന്ന്. ഇതങ്ങനെയല്ല, അതാണോ ഇതെന്ന് തോന്നുക. മൈ ലവ് ഈസ് എ റെഡ് റെഡ് റോസ്. റോസ് ഈസ് എ ഡിഫറെൻറ്റ് തിങ്, ലവ് ഈസ് എ ഡിഫറെൻറ്റ് തിങ്. ബട്ട് വി ആർ നോട്ട് സെയിങ് റെഡ്. മൈ ലവ് ഈസ് ലൈക്ക് റോസ്, മൈ ലവ് ഈസ് ആസ് റോസ്. വി ആർ നോട്ട് ടെല്ലിങ് ദാറ്റ്. മൈ ലവ് ഈസ് എ റെഡ് റെഡ് റോസ്. That is a metaphor. You can pick out metaphors from this poem and from your entire discourse book. And another poem, another activity, the last activity in the unit 2 is, see, while understanding and while studying where you are going through the course book or you are going through the course, you have to read all these things. That does not mean giving one question and writing an answer written by somebody else or from some guides or some persons and read it again and again and repeat it and mug in the paper. You does not mean that, because you need not have you I think you are not giving much importance the marks you get.
Here you must give importance to what you have studied, what you understood, whether your mind expanded or intelligence expanded or your thoughts expanded. So you have to go through all the videos like this. You must hear it, you must read the book, and then answers will automatically come. Exam answers will automatically come, and while paper enumerate this thing, those who value your paper, will understand how much you have studied. Repeated questions, repeating the same thing, reading and overreading and overlearning and writing as if you have studied the table. ഗുണദോഷ പട്ടിക പഠിച്ചവരിങ്ങനെ ഡബിൾ ചെയ്ത് പഠിച്ച് എഴുതിയിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ഈ മാർക്കിനേക്കാളും ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മൾ ഈ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് നമ്മളങ്ങനെ ഇറങ്ങിച്ചെല്ലണം. അപ്പോൾ അതുകൊണ്ട് ഒരു കവിത, റൊണാൾഡ് ഗോർഡൺ എന്ന ഒരാളുടെ കവിത കൂടി നമ്മൾ ഒരു ആക്ടിവിറ്റി ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ കവിതയും ഈ റിമെമ്പർ മീ എന്നുള്ള കവിതയും തമ്മിൽ ഒരു കമ്പാരിസൺ, ഒരു താരതമ്യം, അതേപോലൊരു കവിതയാണല്ലോ ഇത് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ ഉള്ളൊരു കവിതയാണ് റൊണാൾഡ് ഗോൾഡിൻ്റെ Can't Hold Me Down. You can hear the poem. Big dreams with little cash. Everybody have that. Big dreams. I want a Rolls Royce car. Little cash. I want a Maruti Brezza. But little cash. My big dreams with little cash. Here also the inferiority complex come. The pathetic condition of a normal man comes. നല്ല പ്രതീക്ഷകളുണ്ട്, പക്ഷേ കായില്ല. മൈറ്റ് ഹോപ്പ് വിത്ത് ഹെൽപ്പ് വിത്ത് ലിറ്റിൽ ഹെൽപ്പ്. മൈറ്റി ഹോപ്പ്, വലിയ പ്രതീക്ഷകൾ. ആരുടെയും സഹായം എവിടുന്നിട്ട് കിട്ടാനുമില്ല, പക്ഷെ പ്രതീക്ഷകൾ വലുതാണ്. നോട്ട് എ ഹാൻഡ് അറൗണ്ട്. ഭക്ഷണം തരുമ്പോൾ ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ കൊടുക്കുന്നതിനാണ് ഈ ഹാൻഡ് അറൗണ്ട് എന്ന് പറയാം. ഹാൻഡ് അറൗണ്ട് ആപ്പിൾ, കുറേ ആൾ ടേബിളിൽ ഒന്നിച്ചിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അത് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഭക്ഷണം അങ്ങനെ സപ്ലൈ ചെയ്ത് കിട്ടാനുണ്ട്. ഡോ ഐ റീച്ച് ഔട്ട് ഡെലിജൻ്റ്ലി. എന്നാൽ ഞാൻ അതിൽ നിന്നൊക്കെ ശ്രദ്ധാപൂർവം എൻ്റെ ജീവിതത്തെ പുറത്തു കൊണ്ടുവന്നു. വേർ ഈസ് മൈ ക്രസ്റ്റ് ലീൻ ഓൺ. എവിടെ എൻ്റെ ക്രച്ചസ്? നിങ്ങൾക്കറിയാമല്ലോ, ഈ കാലുകൊണ്ട് വയ്യാത്തവരൊക്കെ കൈ പിടിക്കണേ, എന്നെ താങ്ങാനുള്ളത് അവിടെയാണ്. Why am I the only me without? But I wait. എന്താ ഞാൻ മാത്രം ഒന്നുമില്ലാത്തവനായി മാറി? അങ്ങനെ ഈ കവീൻ്റെ മനസ്സിനുള്ളിൽ ഈ അപർഷതാബോധം കടന്നു വരികയാണ്. അതായത് വലിയ പ്രതീക്ഷകളുണ്ട് എനിക്ക്, പൈസ അല്ല, സങ്കടമാണ്, നെഗറ്റീവ് പോയിൻ്റാണ്, നെഗറ്റീവ് തിങ്കിങ് ആണ്. വലിയ ആഗ്രഹങ്ങളുണ്ട് എനിക്ക്, എന്നെ സഹായിക്കാൻ ആരുമില്ല. എന്നെ കെട്ടിപ്പിടിച്ച് ചെയ്യാനും അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണം നൽകാനും എന്നെ ചുറ്റും വലയം ചെയ്യപ്പെടുന്ന കൈകളില്ല. ഒരു താങ്ങായി കവുന്ന് കിടക്കാവുന്ന, സഹായിക്കാവുന്നുള്ള ക്രച്ചസ് ഇല്ല. Why I am the only me without? എന്താ എനിക്കൊന്നും ഇല്ലാതെയിരുന്നത്? അപ്പോഴാണ് കവി പിന്നെ ആലോചിക്കുന്നത്, ബട്ട് വെയിറ്റ്, ഞാൻ ഒരു കാര്യം മറന്നു. I have 2 hands, 2 pockets, 2 legs depend upon me. എനിക്ക് 2 കീശകളും 2 കൈകളും. I have 2 hands, 2 pockets, 2 legs depend on me, for I am all I need. എനിക്ക് ആവശ്യമുള്ളതെല്ലാം എൻ്റെ അടുത്തുണ്ട്. എനിക്ക് പണമുണ്ടാക്കാനുള്ള പോക്കറ്റുകളുണ്ട്, എനിക്ക് കൈകളുണ്ട്. 2 hands and pockets, 2 legs depend on me. എന്നെ ആശ്രയിച്ച് കഴിയുന്ന 2 കീശകളും കാലും കൈകളും എനിക്കുണ്ട്. ഞാനെന്തിനാ ഈ ക്രഷും മറ്റതും മറിച്ചും പൈസ ഇല്ല എന്നുള്ളതും പാവപ്പെട്ട പിന്നെ വലിയ പ്രതീക്ഷകളായിട്ട് പൈസ ഇല്ലാതെയൊക്കെ നടക്കുന്നു. ഡിപ്പെൻഡ് ഓൺ മീ, ഫോർ ഐ ആം ഓൾ ഐ നീഡ്. എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ അടുത്തുണ്ട്. ഞാനത് നേടണമെന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ പ്രതീക്ഷയും വെച്ച് സഹായിക്കാൻ ആരുമില്ല എന്ന് പറയാതെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കാതെ നിൽക്കല്ല വേണ്ട. ഞാൻ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കുന്നു, എനിക്ക് നേടാൻ സാധിക്കും.
I have dreams with a little cash. I can earn money also. I can do all the things I want. Then the tone of the poet changes. At first, he was very inferior feelings he had. The second stanza, he became proud of himself and he think, for I am all I need. Depend on me. I have two hands, two pockets, two legs. Depend on me, for I am all I need. എനിക്കാവശ്യമുള്ളതാണ് ഞാൻ. എനിക്കാവശ്യമുള്ളതെല്ലാം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഡോണ്ട് ലീവ് ഹോപ്പ്. എനിക്കാവശ്യമുള്ളതെല്ലാം എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. വാട്ട് യു നീഡ്, വാട്ട് യു നീഡ് ഫോർ യുവർ hope, what you need for your prosperity, what you need for where do you want to, what do you want to achieve, everything is there within you, for I am all I need. എല്ലാം എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. എല്ലാ ആവശ്യമുള്ള സാധനങ്ങളും എൻ്റെ കയ്യിലുണ്ട്. We shall stop now. We can see in the next episode with a drama, Mother's Day. Okay, thank you.